4-0 ഒരു വമ്പൻ വിജയമായിട്ട് ആഴ്സണൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരും. കാരണം അവരുടെ ആ ഒരു പെർഫോമൻസ് ആ ഒരു തോൽവിക്ക് ശേഷം സെക്കൻഡ് ഹാഫിലൊക്കെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. കാരണം ഓപ്പൺ പ്ലേയിലൊക്കെ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു. അതൊന്നും റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സോ ആർട്ടറ്റ ബാക്ക് ടു സ്മൈൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ആർട്ടറ്റയുടെ ടീം കാഴ്ചവെച്ചത്. കാരണം പുള്ളി അതനുസരിച്ച് ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആഴ്സണലിന്റെ ടോപ്പ് സ്കോറർമാരിൽ ഇപ്പോൾ ഓൺ ഗോളാണ് ആദ്യം നിൽക്കുന്നത്. അതൊരു ക്രൈസി ഫാക്റ്റ് ആണെന്ന് പറയാം. അങ്ങനെ ആർക്കും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ അവർ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ഇപ്പോൾ ഒരേ ലെവലിൽ തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതും ടീമിന് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണെങ്കിലും അവരുടെ ടോട്ടലി മാറിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ മഡ്വൊക്കെ എന്താ പറയാ, ആളുടെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു ഇന്നലെ. കാരണം ഒരു പ്രൈം റൊണാൾഡിനോ ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. സാക്കക്ക് ഒരു ഇഞ്ചുറി പറ്റി, അതിന് പകരക്കാരനായിട്ടാണ് വന്നത്. പക്ഷെ ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ മറ്റൊരു സെറ്റ് പീസ് എഫ് സി ആൻഡ് ഓൺ ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലത്തെ ആദ്യത്തെ 2 ഗോളും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ക്രേസി ഫാക്റ്റ് ആണത്. പിന്നെ സുബമെൻഡിയുടെ ആ ഒരു ഗോള്, അത് മഡ്വക്കയുടെ ആ പാസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു കിടിലം ക്രോസ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഓവറോള് സുബമെൻഡിയുടെ പെർഫോമൻസ് കിടിലം തന്നെയായിരുന്നു. ആളിപ്പോൾ ഗോളും സ്കോർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ടോട്ടലി ഈ ഒരു 2 പേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. പിന്നെ ആ ഒരു രണ്ടാമത്തെ ഗോളും ഇതുപോലെ തന്നെ സെറ്റ് പീസ് ആയിരുന്നു. അതൊരു ഓൺ ഗോളും കൂടിയായിരുന്നു. അപ്പം അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ആ മൂന്നാമത്തെ ഒരു ഗോള് ഗോയ്ക്കിരസിന്റെ എന്താ പറയാ, ഒരു പ്യുവർ ഈ സ്ട്രൈക്കർ ഇൻസിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതേപോലത്തെ ഒരു ഗോളായിരുന്നു. ആൾക്ക് കുറച്ചും കൂടി ചാൻസസ് ഒക്കെ ഉണ്ട്, പക്ഷെ ആൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റണില്ല. സ്പോർട്ടിങ്ങിൽ ആ ഒരു പഴയ പവറുള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ആൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനൊക്കെ ഉണ്ട്. പിന്നെ ആളുടെ ആ ലാസ്റ്റ് 6 മാച്ചിൽ ആള് 6 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതെന്തായാലും ഒരു സ്ട്രൈക്കർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റസ് തന്നെയാണ്. ആള് ബാക്ക് ടു ഫോം ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ജീസസിന്റെ ആ ഒരു ഗോള്, അത് ആളുടെ ഒരു മിടുക്കനെയാണ്. കാരണം ആ ഫിസിക്കലി ആ പ്ലെയർ അത്രയും പിടിച്ചിട്ടും ആള് ഫിനിഷ് ചെയ്തെങ്കിൽ അത് ആളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അവർ ഈ ആഴ്സണലിൽ എന്തായാലും അവർക്ക് ആ ട്രോഫിക്ക് വേണ്ടി തന്നെയാണ്. അവരെന്തായാലും ഈ സീസണിൽ അത് അടിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയും ട്രോളും കാര്യങ്ങളൊക്കെ നേരിട്ടൊരു ടീമാണ്. അപ്പോൾ ആഴ്സണൽ എന്തായാലും ഈ സീസണിൽ അത് അടിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അവരുടെ ആ ഒരു മെന്റാലിറ്റി ആ ഒരു ട്രോഫിക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. പിന്നെ ചെൽസിയുടെ ആ ഒരു ക്രേസി മാച്ച് നമ്മളെല്ലാവരും കണ്ടാണ്. അത്രയും ടോപ്പ് ഒരു മാച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻസോ ഫെർണാണ്ടസിന്റെ ആ ഒരു ലാസ്റ്റ് ഗോളിൽ സ്റ്റേഡിയം മാത്രമല്ല, നമ്മളൊരു ന്യൂട്രൽ ഫാൻ ആണെങ്കിലും മൊത്തത്തിൽ കുലുങ്ങിയെന്ന് പറയാം. കാരണം അതുപോലത്തെ ഒരു കിടിലം കളി തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം ഒരു ചെൽസി ഫാൻസ് മാത്രമല്ല, എല്ലാവരും ആഘോഷിച്ചൊരു മൂമെന്റ് കൂടിയായിരുന്നു അത്. പിന്നെ ഈ ഒരു മനുഷ്യനെ ഈ ടീമിനെ നല്ല രീതിയിൽ തന്നെ മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ആൾക്ക് നിലവിൽ ഇപ്പോൾ ചെൽസി കിട്ടിയേക്കണം. പ്രീമിയർ ലീഗിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആള് കളിച്ച ഈ മറ്റുള്ള കളികളിലും ആള് അത്യാവശ്യം നല്ലൊരു വിൻ തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെ ആള് വന്നതിന് ശേഷം ടീം കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത്യാവശ്യം ക്രൈസിസിൽ കൂടി കടന്നുപോയ ഒരു ടീം കൂടിയാണ്. ഈ ഒരു മൂവ്മെന്റ് എന്തായാലും കിടിലൻ തന്നെയായിരുന്നു, ലാസ്റ്റ് ആ ഒരു ഗോളിന്റെ മൂവ്മെന്റ്. പിന്നെ അവിടെ ഉണ്ടായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടാണ്. ലാസ്റ്റ് മിനിറ്റിൽ ട്രയോരായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടാണ്. അവിടെ ഒരു ക്രേസി മൂവ്മെന്റ് തന്നെ ഇരുന്നത്. ചെൽസി ഫാൻസിന് എന്തായാലും സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടാവുന്നില്ല. കാരണം ആ ഒരു വിക്ടറി എന്താ പറയാ, പ്രത്യേകിച്ച് എൻസോ ഫെർണാണ്ടസിന്റെ ആ ഒരു ലാസ്റ്റ് ഗോളും ആളുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസും അടുത്തൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണെന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. നമുക്കറിയാം ആളൊരു വേൾഡ് കപ്പ് വിന്നറാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം പെർഫോമൻസിലുണ്ട്. ആളുടെ ഡിഫെൻസീവിലി ആണെങ്കിലും ഒഫൻസീവിലി ആണെങ്കിലും ആളൊരു ക്രേസി ആണെന്ന് പറയാം. ആ ഒരു ലാസ്റ്റ് മൊമെന്റ് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു അത്. എൻസോ ഫെർണാണ്ടസിന്റെ ഓവറോൾ പെർഫോമൻസ് ടീമിന് വേണ്ടി കിടിലൻ തന്നെയാണ്. ഇതൊരു അത്യാവശ്യം നല്ലൊരു ട്രൂ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആള് ബാലൻഡോർ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അവർ ടോപ്പ് 4ലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു ക്രേസി തിങ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ജാവോ പെഡ്രോന്റെ ആ ഒരു ഗോൾ ആണെങ്കിലും ആളുടെ ഒരു എബിലിറ്റി വൈസ് ആളൊരു കിടിലം പ്ലെയർ തന്നെയാണ്. ആളത് ബാക്ക് ടു ബാക്ക് കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പെർഫെക്റ്റ് നമ്പർ 9 ആണ്. പ്ലസ് ആൾക്ക് അത്യാവശ്യം ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ ബാക്ക് ടു ഗോളുകൾ അടിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആളുടെ പെർഫോമൻസും കിടിലം തന്നെയാണ്. ഓവറോൾ ആൾ ചെൽസിയിൽ ജോയിൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് തന്നെ ആൾക്കുണ്ട്. 18 ഗോള് അത്യാവശ്യം ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചോളം അടിപൊളിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ കണ്ടാണ് ജാരഡ് ബോന്റെ ആ ഒരു ഗോളും അതിനുശേഷം വന്ന കാര്യങ്ങളൊക്കെ. ഒരുപാട് ചാൻസസ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആ ഒരു ഗോളാണെങ്കിലും സമ്മർവേലിന്റെ അടിപൊളി തന്നെയായിരുന്നു.
ആ ഒരു വാൻ ബിസാക്കയുടെ ക്രോസിൽ നിന്ന് വന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പുള്ളി ടീമിനെ ടോട്ടലി മാറ്റി എന്നുള്ളതാണ്. കുക്കുറല്ല വന്ന് ഗോൾ അടിച്ചു, അങ്ങനെ ഒരു സമനില കിട്ടിയെന്ന് പറയാം. പിന്നീട് കിട്ടിയ ആ എക്സ്ട്രാ ടൈമിൽ അവർ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ച്, എന്താ പറയുക, പലവരും ഒരു ഒരു പ്രൈം ചെൽസിനെ കണ്ടൊരു ഫീലായിരുന്നു. കാരണം അത്രയും കിടിലനായിട്ട് അവർ കളിച്ചു. പിന്നെ നടത്തിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും വർക്കായെന്ന് പറയാം. പിന്നെ ടോട്ടലി നമ്മൾക്ക് കുറച്ച് കോമ്പോസ് ഒക്കെ ഓർമ്മ വന്ന ഒരു മൊമെന്റ് കൂടിയായിരുന്നു. അപ്പോൾ ടോട്ടലി ചെൽസി മയോ എന്ന് വേണമെങ്കിൽ പറയാം.